ഗുഡ് മോർണിംഗ് റിപ്പോർട്ടിലേക്ക് വീണ്ടും. തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിർണായക നീക്കങ്ങളുമായി ബി.ജെ.പി. മേയറെ തെരഞ്ഞെടുക്കാനുള്ള ചർച്ചകൾ ആരംഭിച്ചു. ബി.ജെ.പി. സംസ്ഥാന സെക്രട്ടറി വി രാജേഷും മുൻ ഡി.ജി.പിയും ബി.ജെ.പി. സംസ്ഥാന ഉപാധ്യക്ഷയുമായ ആർ ശ്രീലേഖയുമാണ് പരിഗണനയിലുള്ളത്. കേവല ഭൂരിപക്ഷം തികയ്ക്കാൻ ഒരു സ്വതന്ത്രനെ ഒപ്പം ചേർക്കണോ എന്നതിലും ചർച്ച നടക്കുകയാണ്. അടുത്ത 1.5 മാസത്തിനുള്ളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തിരുവനന്തപുരത്ത് എത്തിച്ച് കോർപ്പറേഷന്റെ വികസന പത്രിക പ്രകാശനം ചെയ്യിക്കാനും ആലോചനയുണ്ട്. ടി.വി. പ്രസാദ് ഉണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. പ്രസാദ്, 4 പതിറ്റാണ്ട് LDF സ്വാഭിമാനത്തോടെ ഭരിച്ച കോർപ്പറേഷനാണ് തിരുവനന്തപുരം. അവിടെയാണ് ഇപ്പോൾ ബി.ജെ.പി. കൊടിനാട്ടിയിരിക്കുന്നത്. ഇപ്പോൾ മേയർ ആരാകുമെന്ന കാര്യത്തിലാണ് നിർണായക ചർച്ചകൾ. ഒപ്പം ഒരു സ്വതന്ത്രനെ കൂടി കൂട്ടേണ്ടതുണ്ട് ബി.ജെ.പിക്ക്. ശ്രീലേഖയും വി രാജേഷുമാണല്ലേ പരിഗണനയിലുള്ളത്? അങ്ങനെ തന്നെയാണ്. അതായത് ഒരുപാട് കാലമായി LDFന്റെ കൈവെള്ളയിലിരുന്ന കോർപ്പറേഷനാണ് തിരുവനന്തപുരം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ചുവന്ന കോട്ട എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കും. പക്ഷേ കഴിഞ്ഞ തവണയും അതിൻ്റെ മുമ്പും തന്നെ ബി.ജെ.പി. ഇതിൻ്റെ ഒരു സാധ്യത കണ്ടിരുന്നു. 2015 തെരഞ്ഞെടുപ്പിലും 20 തെരഞ്ഞെടുപ്പിലും 20 35 സീറ്റുകൾ വരെ നേടി. 15 ഏതാണ്ട് അതിനോടടുപ്പിച്ച സീറ്റുകൾ ബി.ജെ.പിക്ക് കിട്ടി. ഈ 2020 തെരഞ്ഞെടുപ്പോട് കൂടി തന്നെ ബി.ജെ.പി. അവരുടെ കൃത്യമായ ലക്ഷ്യത്തിലേക്ക് കടന്നിരുന്നു എന്നുള്ളതാണ്. അന്ന് വി രാജേഷിൻ്റെ നേതൃത്വത്തിലാണ് നിരവധിയായ സമരങ്ങൾ കോർപ്പറേഷന് മുന്നിൽ അരങ്ങേറി. നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്. പട്ടികജാതി ഫണ്ട് വെട്ടിപ്പ്, നികുതി വെട്ടിപ്പ്, അങ്ങനെ തുടങ്ങി നിരവധി ജനകീയമായ വിഷയങ്ങളിലേക്ക് അവർ കടന്നു. അത് വലിയ ക്യാമ്പയിനായി ഏറ്റെടുക്കാനും അവർക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ വാർഡ് വിഭജനത്തിൻ്റെ ഭാഗമായുള്ള കാര്യങ്ങൾ വന്നപ്പോഴുമെല്ലാം സമഗ്രമായി ഓരോ വാർഡുകളെയും പഠിച്ചുകൊണ്ടുള്ള ഒരു വലിയ ടീം വർക്ക് അത് കോർപ്പറേഷൻ്റെ ഭാഗമായി ബി.ജെ.പി. ചെയ്തു എന്നുള്ളതാണ് അവരുടെ വിജയത്തിന് കാരണം. മാത്രവുമല്ല, ആര്യ രാജേന്ദ്രൻ്റെ ഭരണസമിതിക്കുണ്ടായ കനത്ത പരാജയം, അനാവശ്യമായ ചില ഇടപെടലുകൾ, അങ്ങനെ ഒരുപാടിടങ്ങളിൽ വലിയ വീഴ്ചയോടെ ഉണ്ടായതോടെ CPIMൻ്റെയും LDFൻ്റെയും പതനം അവിടെ പൂർണ്ണമാവുകയായിരുന്നു. അങ്ങനെയാണ് ബി.ജെ.പി. ഈ നിലയിലേക്ക് വളർന്നെത്തുന്നതും 50 സീറ്റുകൾ നേടുന്ന നിലയിലേക്ക് കേരളത്തിൻ്റെ തലസ്ഥാനത്തെ നഗരസഭ മാറുകയും ചെയ്യുന്നത്. അങ്ങനെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇപ്പം നിർണായകമായിരിക്കുന്ന ഇനി മേയറാകും എന്നുള്ളതാണ്. ആകെ 101 വാർഡുകളാണ് കോർപ്പറേഷനിലുള്ളത്. അതിൽ 100 വാർഡുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. വിഴിഞ്ഞത്തെ ഒരു സ്ഥാനാർത്ഥി മരിച്ചതുകൊണ്ടാണ് അവിടെ ഇലക്ഷൻ നടക്കാതിരുന്നത്. ഇനിയിപ്പോൾ അവിടെ ഇലക്ഷൻ നടക്കേണ്ടതുണ്ട്. പക്ഷേ ഒരു സ്വതന്ത്രനെ, 2 സ്വതന്ത്രനുള്ള, ഒന്ന് പ്രസ് ക്ലബിൻ്റെ സെക്രട്ടറി ഒക്കെ ആയിരുന്ന രാധാകൃഷ്ണനാണ്. രണ്ടാമത്തെ ആൾ പൗണ്ട് കടവ് വാർഡിലുള്ള ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു. അവരാണ് ജയിച്ചു വന്നത്. ഇതിൽ ആരെയെങ്കിലും ഒരാളെ കൂടെ കൂട്ടാനുള്ള ചർച്ച, പ്രത്യേകിച്ച് പ്രസ് ക്ലബിൽ ഉണ്ടായിരുന്ന രാധാകൃഷ്ണനെ കൂടെ കൂട്ടാനുള്ള ചർച്ച NDA തലത്തിൽ പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ അതിന് ധൃതി കാണിക്കുന്നില്ല എന്നാണ് പറയുന്നത്. പ്രധാനമായി ഞാൻ നേരത്തെ പറഞ്ഞ പേരുകാരാണ് മുന്നിലുള്ളത്. ഒന്ന് വി രാജേഷാണ്. വി രാജേഷ് കഴിഞ്ഞ കാലങ്ങളിൽ കോർപ്പറേഷനിലെ സമരങ്ങൾക്കെല്ലാം നേതൃത്വം നൽകിയ ആളാണ്. പിന്നെ റിട്ടയർഡ് DGP ആയ ആർ ശ്രീലേഖ പുതുതായി പാർട്ടിയിലേക്ക് വരികയും പുതുതായി അവർ മത്സരിപ്പിക്കുകയും ചെയ്ത ആളാണ്. കൗൺസിലറായി വിജയിച്ചിട്ടുണ്ട്. ഈ 2 പേരിൽ തന്നെയാണ് ചർച്ച പുരോഗമിക്കുന്നത്. വളരെ പെട്ടെന്ന് തീർക്കാൻ തന്നെയാണ് നീക്കം. മാത്രവുമല്ല, ഈ പിടിച്ച കോർപ്പറേഷന് ഇനി തിരിച്ചു കൊടുക്കാതിരിക്കാനുള്ള വലിയ ശ്രമം അത് കേന്ദ്ര സർക്കാരിൻ്റെ കൂടി സഹായത്തിൻ്റെ ഭാഗമായി ചെയ്യാനുള്ള നീക്കമാണ് ബി.ജെ.പി. നടത്തുന്നത്. എത്രയും പെട്ടെന്ന് നരേന്ദ്രമോദിയെ ഇവിടെ എത്തിക്കുക, ഇവിടുത്തെ വികസന പത്രിക ഉദ്ഘാടനം ചെയ്യിക്കുക. ഇവിടെ എന്താണോ LDF ചെയ്തത് അതിലുമുപരിയായി വികസനം വാരിക്കോരി ചെയ്യാവുന്ന തലത്തിലേക്കുള്ള കാര്യങ്ങളാണ് ബി.ജെ.പി. ആലോചിക്കുന്നത്. ആറ്റുനോറ്റ് കിട്ടിയ ഒരു കോർപ്പറേഷൻ, ആ കോർപ്പറേഷൻ കൈവെള്ളയിൽ തന്നെ പിടിച്ചു നിർത്താനുള്ള എല്ലാ സഹായവും സ്വാഭാവികമായും കേന്ദ്ര സർക്കാർ കൊടുക്കുമെന്നതിൻ്റെ സൂചന കൂടിയാണ് ഇന്നലെ പ്രധാനമന്ത്രിയുടെ ട്വീറ്റിനെ നമ്മൾ കാണേണ്ടത്. കാരണം കേരളം അവർക്കൊരു ബാലികേറ മലയായിരുന്നു. അവിടെയാണ് തിരുവനന്തപുരം നഗരം അവരുടെ കയ്യിൽ കിട്ടിയത് എന്നുള്ളത്. അതുകൊണ്ട് ശ്രീലേഖയോ ആരാകും തിരുവനന്തപുരം മേയർ എന്നതിലാണ് ഇപ്പോൾ ബി.ജെ.പിയിൽ നിർണായക ചർച്ചകൾ തുടരുന്നത്. ടി.വി. പ്രസാദാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.